നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാൻ പ്രസിഡന്റ് പെഷ്കിൻ വിളിച്ചിരിക്കുകയാണ് ഖത്തർ പരമാധികാരി അൽത്താനീനെ. എന്താ പറഞ്ഞെന്നറിയോ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആരോടും പറയണ്ട, ആദ്യമൊക്കെ അടി കിട്ടുമ്പോൾ ഇങ്ങനെയായിരിക്കും, ക്ഷീണമുണ്ടായിരിക്കും, പിന്നെ ഇത് ശീലമായിക്കോളും, കാരണം ഞങ്ങൾക്കിത് ശീലമായി, പ്രതികരിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൂട്ടെ വന്ന് പ്രതികരിക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം മൂഡ് വേറെയാണ് ജൂതനോടാ കളി. ഒരു വിമാനം വിലക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമ്മാനം കൊടുത്താൽ ജൂതം മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എന്ന ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ജൂതന്റെ മൂഡ് എങ്ങോട്ടാണ്, എന്താണ് സന്ധി ചർച്ച, ബന്ദികളുമായി ബന്ധപ്പെട്ടത് എങ്ങനെ നടത്തി, ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കണം. ഒരു കാര്യം വ്യക്തമാക്കി പറയട്ടെ. ഈ പറയുന്ന ഇസ്രായേലും ദോഹയും തമ്മിൽ 3000 കിലോമീറ്റർ അകലെയാണ്. ഈ ഗാസയും പിന്നെ ഇസ്രായേലും ടെൽ തമ്മിൽ 4-5 കിലോമീറ്റർ അകലെയാണ്. ഒരു കാര്യം വ്യക്തമാക്കി ചോദിക്കട്ടെ. കിലോമീറ്റർ അപ്പുറത്ത് ഇറാനിൽ ഒരു കൊച്ചുമുറിയിൽ കടന്നുറങ്ങിയിരുന്ന ഹനിയേനെ എടുത്തു കളഞ്ഞവര്. ഓക്കെ, നമ്മളെല്ലാം കണ്ടതാണ് എങ്ങനെയാണ് സിനുവറിനെ ഓടിച്ചിട്ടാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത് അല്ലെ. ഡ്രോൺ വരുന്നു, അദ്ദേഹം ഓടുന്നു. തല ചായ്ക്കാനോ അല്ലെങ്കിൽ ഒളിക്കാനോ ചെറിയൊരിടം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സിനുവർ ജീവിച്ചിരുന്നേനെ എവിടെ? ഗാസയില്. കാരണം ഗാസയെ മുഴുവൻ കൈവെള്ള പോലെയാണ്. ആർക്ക്? ജൂതന് കൈവെള്ള പോലെയാ. 3 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഗാസയിൽ കിടക്കുന്ന ബന്ധുക്കളെ പറ്റി അറിയില്ല എന്നോ? നിങ്ങൾ തമാശയാണോ കേൾക്കുന്നേ? ജോർജ് സാറെ പറഞ്ഞു, എന്നെ കളിപ്പിക്കുകയാണോ നീ? അതായത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള, കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് 2500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ദോഹയിലെ മുറിയില് 5 പേര് കൂടിയിരിക്കുമ്പോൾ അവിടെ പ്രിസൈസ്ലി സ്പാരോ മിസൈല്, സിൽവർ സ്പാരോ മിസൈലാണ് വന്നിരിക്കുന്നത്, അടിച്ചിരിക്കുന്നത്. സിൽവർ സ്പാരോ മിസൈൽ പ്രിസൈസ്ലി വിടണമെങ്കിൽ ജൂതന്റെ തല, അപ്പോഴാണ് അവർക്ക് 3 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ബന്ധുകൾ ലൊക്കേഷൻ അറിയാത്ത. തമാശയാണോ? ജൂതന്റെ രീതി വേറെയാ. ജൂതൻ രചിക്കാൻ പോകുന്നത് ഇതിഹാസമാണ്, ഇതിഹാസം. 2 വർഷമല്ല, 50 വർഷമല്ല, 500 വർഷം സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കണം. 2023 2023 ഒക്ടോബർ 7 സ്വർണ്ണ ലിപികളിൽ അടുത്ത 8 തലമുറ ഓർത്തിരിക്കാനുള്ള പരിപാടി ജൂതന്റെ. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ഗാസയിൽ ഓരോ വ്യക്തിയും, മിഡിൽ ഈസ്റ്റ് മുഴുവൻ അറിഞ്ഞിരിക്കണം ജൂതന്റെ പ്രതികാരത്തിന്റെ കഥ. 968-ലും 1973-ലും ജൂതൻ ആരംഭിച്ചതാ. അതായത് ഇന്ന് നമ്മൾ കണ്ടതാണ്, ഈ ഗാസയിലെ ജനങ്ങളെ മക്കി കീട ചെയ്ത പരാതിയ എന്ന് പറയുന്നത്. മൃഗങ്ങളെക്കാൾ തുല്യരായി കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഹല്ല ഹല്ല ബജാരാദ. അതായത് നമ്മൾ കണ്ടതാണ്, വീഡിയോസ് നമ്മൾ കാണുകയാണ്. ഒക്ടോബർ 7 അൽ ജസീറ ടി വിയിൽ ഇരുന്നു കൊണ്ട് കാണുകയായിരുന്നു. 7-8 പേരുടെ ചിത്രം മുഴുവൻ വീഡിയോ വെളിയിൽ വന്നിരിക്കുക. ഇന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി ഒക്ടോബർ 7 സൂത്രധാരന്മാർ എവിടെയായിരുന്നു. ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? ഖത്തർ. ഇത് ഖത്തറിന് കൊടുത്തിരിക്കുന്ന വാക്കാണ്. ട്രംപിനൊക്കെ എടുത്തു കളഞ്ഞു. ട്രംപിന് വിമാനം കൊടുത്താൽ ജൂതൻ അങ്ങ് മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? ജൂതൻ എന്താ അറിയില്ലേ? കാരണം ഞാൻ 4 കിലോമീറ്റർ അപ്പുറത്തായി കിടക്കുന്ന ബന്ദികള്, ഈ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ടണലിലേക്ക് വൈദ്യുതി പോകുന്നുണ്ട്, ഭക്ഷണം പോകുന്നുണ്ട്, വെള്ളം പോകുന്നുണ്ട്, ആളുകൾ സ്ഥിരം പോയി വരുന്നുണ്ട്. അവർക്ക് ഹനിയേനെ, സിൻവറെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇവരെ കണ്ടെത്തിക്കൂടാ? ഈ പറയുന്നത് 10,000-2000 പേരെ പിടിച്ചുകൊണ്ട് പോയി എന്നാ പറയുന്നത്. 1500 പേരെ. 2 മാസം മതി ജൂതന് തീർക്കാനായിട്ട്. 10 പേരെങ്കിൽ 10 പേരെ കിട്ടിയാ കിട്ടി. ജൂതന്റെ ഉദ്ദേശം വേറെയാ. ജൂതൻ വേറെ ലെവലാ കളി. ഇതാണ് യഥാർത്ഥ കളി. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓപ്പറേഷൻ. വർഷങ്ങളോളം എടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 2 വർഷത്തോളം എടുത്ത ഓപ്പറേഷനാണ് ഈ പറയുന്ന ദോഹയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. 10ഓളം F-35 കസ്റ്റമൈസ്ഡ് F-35. ലോക്ഹീഡ് മാർട്ടിൻ അമേരിക്ക ഉണ്ടാക്കിയ സാധനമല്ല. ജൂതൻ അവന്റെ ആവശ്യപ്രകാരം F-35 കസ്റ്റമൈസ് ചെയ്തു കംപ്ലീറ്റ്ലി വിത്ത് സിൽവർ സ്പാരോ മിസൈൽസ്, എയർ ടു എയർ മിസൈൽ. ഈ ദോഹയിലെ പൊട്ടുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് നോക്കുമായിരുന്നു, എവിടെയാണ് F-35? അയ്യോ, എവിടെ F-35? F-35 ദോഹയിലല്ല, സൗദിയിൽ ഇരുന്നിട്ട് അടിച്ചിരുന്നേ. മൈലുകൾക്ക് അപ്പുറത്തിരുന്ന ഒരു പ്രിസൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെൽത്തി ഏരിയ ആണ്. ഇവിടുത്തെ റിച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലാണ് നടന്നിരിക്കുന്നത്. സ്കൂളുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എംബസികളുണ്ട്, പല ബിൽഡിങ്ങുകളുണ്ട്. ഒരു കണിക മാറി, ലക്ഷ്യം മാറിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അത്ര പ്രിസൈസ് ആയിട്ട് ജൂതന്റെ ബുദ്ധിയെങ്കിൽ ഇവരെ കണ്ടുപിടിച്ചുകൂടെ? ഈ കിടക്കുന്ന 10, 20, 30 പേരെ എന്താ ചെയ്യാത്തെ? ഉദ്ദേശം വേറെയാ. ലോകത്തിന് ഇന്നാണ് മനസ്സിലായിരിക്കുന്നത്. കാരണം ഇന്ന്
അടുത്ത യുദ്ധം സൗദി പറയുകയാണ്, സൗദി അപലപിക്കുന്നു. മണിക്കൂറുകളോളം സൗദിയുടെ മുകളിൽ കൂടിയാണ് F-35 പറന്നിരിക്കുന്നത്. അത് സിറിയ വഴി കടന്ന് ജോർദാൻ കടന്ന് അടിച്ചിരിക്കുന്നത് സൗദിയുടെ മുകളിൽ നിന്നാ. എന്നിട്ടാണ് ഈ പറയുന്നത് ജൂതനോട് കളിക്കാൻ നിൽക്കരുത്, വെറുപ്പിക്കല്ലേ, ജൂതൻ വെറുപ്പിച്ചാൽ ഭസ്മമാക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, യുദ്ധം തുടങ്ങിയ പിന്നെ ലോകത്തിലുള്ള ജൂതന്മാർ ഒഴുകുകയാണ് ഇസ്രായേലിലേക്ക് ജന്മനാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒഴുകുക. ഒക്ടോബർ 7-ാം തീയതി, ഇന്ന് ഞാൻ പറയുകയാണ്, ഒക്ടോബർ 7-ാം തീയതിക്ക് മുമ്പ് വരെ പുണ്യഭൂമിയായിരുന്നു ഗാസ. ലക്ഷക്കണക്കിന് ജനങ്ങൾ ദിവസ വേതനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നതാണ് എവിടേക്ക്, ഇസ്രായേലിലേക്ക്. അറിയാമോ നിങ്ങൾക്ക്, 5 ഇരട്ടി കൂലിയാ കിട്ടിക്കൊണ്ടിരുന്നവർക്ക്. ഇവരാണ് പോയി ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നേ, ഈ വഴി കൂടെ പോയാൽ അവിടെ ചെക്കിംഗ് ഇല്ല, അതുവഴി കയറി പോകാമെന്ന്. അന്ന് ഹല്ല വെച്ചവരൊക്കെ ഇന്ന് എവിടെ? ഹമാസിന് ഇന്ന് തള്ളി പറയുകയാണ് പലരും. ഹമാസിന്റെ വിജയത്തിൽ ആനന്ദിച്ച ഓരോരുത്തരെയും ഇന്ന് കളിയാക്കി വിട്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്, ജൂതൻ. കാരണം 4-5 പേർ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ആരോടെ? ഈ ഹമാസിന്റെ ആക്രമണത്തിൽ, ഈ ദോഹ ആക്രമണത്തിൽ. എന്താ നെത്തിനഹ് പറഞ്ഞറിയോ, നെക്സ്റ്റ് ടൈം, അടുത്ത തവണ കാണിച്ചു വരാമെന്ന്. അതായത് ജൂതൻ അറിയാം സ്പോട്ട് എവിടെയാന്ന്. പെഷ്കൻ പറഞ്ഞിരിക്കും ഇത് തന്നെ പറഞ്ഞേക്കുന്നേ, കളിക്കാൻ പോകേണ്ട സുഹൃത്തെ, നല്ല ഇടി കിട്ടും എന്നാ അഭിപ്രായം. അതുകൊണ്ട് ജൂതന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിഹാസം രചിക്കലാണ്, സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കുക. ഒക്ടോബർ 7-ാം തീയതി 7 വർഷം, 7 തലമുറ ഓർത്തിരുന്നേ പറ്റൂ.